വേറെ ഇങ്ങനത്തെ പരിപാടി മനുഷ്യനാണ്. യെസ് ഗൈസ്, നമ്മളപ്പോ ഇന്നൊരു എപ്പിക് ചാലഞ്ച് ചെയ്യാൻ പോവാണ്. സ്പൈസിയസ്റ്റ് ചാലഞ്ച്. അത് ഞാൻ ഒറ്റക്കല്ല. ഇത് ബിഫോർ ഇനി ആഫ്റ്റർ നമ്മൾ ഇങ്ങനെ പേടിക്കലടാ. വിങ് കൾച്ചറിലാണ് അപ്പൊ നമ്മൾ ഈ ചാലഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ളത്. അവിടുത്തെ WTF ചാലഞ്ച് വാട്ട് ദ ഫയർ, കേരളത്തിലെ സ്പൈസിയസ്റ്റ് ചാലഞ്ച്. അപ്പൊ ഈ ചാലഞ്ച് എന്ന് പറയുന്നത് 10 പീസ് സ്പൈസിയസ്റ്റ് വിങ്സ് ആയിരിക്കും. 3 മിനിറ്റിൽ നമ്മൾ കഴിക്കണം. 2 മിനിറ്റ് ബേണിംഗ് ടൈം. നമ്മൾ ഈ ചാലഞ്ച് വിൻ ചെയ്ത ബില്ല് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ജയിച്ചാലും തോറ്റാലും നമ്മളുടെ പേരെന്തായാലും ബോർഡിൽ വരും. നമുക്ക് നോക്കാം നമ്മൾ ഈ സൈഡിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ചാലഞ്ചിന്റെ വിങ്സ് വന്നതിനുള്ളിൽ നമുക്ക് കുറച്ച് സ്ട്രിപ്സും ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്ത് വെക്കാം. സ്വീറ്റ് ഹീറ്റ് ഫേരി ഷെഡാർ ഫ്ലേവർ മാംഗോ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റോട്ടോ. ഇത് പൊളിക്കും മക്കളെ. അല്ല, ഈ ചാലഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 പീസ് ഒരാൾ വെച്ചാണ് കഴിക്കണം. പക്ഷെ നമ്മള് ഓക്കെ എല്ലാവരും കൂടിയാണ് കഴിക്കുന്നത്. 2 വെച്ച് ഓരോ ആൾ വെച്ച് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ എത്ര കേട്ടോ 5 പേരല്ലേ? അപ്പൊ ലെറ്റ്സ് ഡു ദിസ്. ടൈമർ വെച്ചിട്ടുണ്ട്. നമ്മള് 3 മിനിറ്റ് 2 പീസും കഴിക്കും. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കും. നടക്കണ ഒട്ടും സ്പൈസ് ടോളറൻസ് ഇല്ലാത്തത് എന്റെ വിശ്വാസത്തിൽ ചെയ്യുമോ എന്ന് തോന്നുന്നു. ഇനി കഴിച്ചു തുടങ്ങുമ്പോൾ പറയാൻ കണ്ടറിയാ. ടെൻഷൻ അടിക്കണ്ട. ചിൽ കേസ് അടിക്കോ? എനിക്ക് തോന്നുന്നില്ല നമ്മൾ കഴിക്കുമെന്ന്. 1 2 3. അടപ്പാവി കുഴപ്പമില്ല. കുഴപ്പമില്ല. പറ്റല്ലേ? രണ്ടാമത്തെ എന്റെ മോനെ ശരിയാണോ? വേറെ ഇങ്ങനത്തെ പരിപാടി ചേട്ടാ ഒരു ഷേക്ക് കൂടി എടുത്തോ. അത്രയും വേണം. തലക്ക് വേണമെങ്കിൽ 3 മിനിറ്റ് ആയ ഇങ്ങനെ പത്തെണ്ണം കഴിച്ചേക്ക് ഞാൻ ഇത്രയും തീരുമാനിക്കുന്നു. മനുഷ്യനാണ്. മൊത്തം 2 കഴിച്ച്. ലിന്റെ ഇവിടെ എത്ര കഴിച്ച്? 1.5 കഴിച്ച്. രണ്ടാമത്തെ കഴിക്കാൻ ശ്രമിക്കണം. നമ്മൾ കഴിച്ചു നോക്ക്. ഈ കഴിച്ചു നോക്ക്. ഇത് എവിടെ അന്നല്ലേ പതുക്കെ കഴിക്കണം. ഇത് കൈ വേറെ തൊടരുത്. വേറെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം. എനിക്ക് കണ്ണിന് തീറുണ്ട് ഇപ്പൊ. കണ്ണി തൊട്ടിട്ട് കണ്ണി അറിയണ തൊട്ട് കണ്ണ് തീറുണ്ട് ഇപ്പൊ. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇത് കുഴപ്പമില്ല. മത്തേ ഓക്കെ അല്ലേ? ഷേക്ക് കുടിക്കും. ആ ഓറി കുടിക്കും. മറ്റേ ഉള്ളിൽ ഇപ്പൊ എന്താ
എനിക്ക് സൂപ്പർ. താങ്കളുടെ നമ്പായിരുന്നു തീർന്നതിന്റെ തോന്നിയില്ല. ഒന്ന് അര 1.5. ഇതിന്റെ ഇവിടെ ഉണ്ട്. അതേം കൂടി ഉണ്ട് ബാക്കിയുള്ള ഞാൻ വിളിച്ച പട്ടി കംപ്ലീറ്റ് ആക്കുമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ എനിക്ക് എന്തെങ്കിലും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അല്ലേ ഇത് 10 തിന്നാനാ എന്ത് പറയും? ഒന്നും പറയാൻ പറ്റുന്നില്ല. പോയി കിടക്കാം കൊണ്ട് എല്ലാ ദൈവങ്ങളെയും അറിഞ്ഞത്. പറ്റുന്ന വേണ്ട കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ എക്സ്പീരിയൻസ്? അടിപൊളി. സൂപ്പർ അല്ലേ എനിക്ക് ഇനി മതിയായിട്ടില്ല അല്ലേ? 10 പേര് കഴിച്ചപ്പോഴത്തേക്ക് അവരെങ്ങനെയായിരുന്നു? സാധാ കൂളായിട്ട് ഈ മനുഷ്യന്റെ പോലെ വികാരമില്ലാണ്ടിരിക്കായിരുന്നു. അല്ലെങ്കിൽ മനസ്സിലാവണം. പറ്റല്ലേ 3 മിനിറ്റിന് കഴിക്കണം, 2 മിനിറ്റ് വെള്ളവും മായം റബ്ബ് ചെയ്യാതിരിക്കണം. അങ്ങനെയാണ്. 3 മിനിറ്റ് കഴിക്കണം. അതെന്തത്? അപ്പൊ ആ ആൾക്കാർ എന്തത് ഇങ്ങനെട്ട് വലിച്ചാ നിന്റെ ഡയലോട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഒന്നും തിന്നില്ല. വലിയ പ്രതീക്ഷകൾ എനിക്കും ഉണ്ടായിരുന്നു. മസാല ഒരു വികാരം ഇല്ലാണ്ട് ഇരിക്കുന്ന നോക്കുന്നത് എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്. നമ്മ പ്രമാദമാണ്. പക്ഷെ ആക്ച്വലി ടേസ്റ്റ് ഉണ്ട് ഈ മസാലയ്ക്ക്. വൈദ്യൻ ഞങ്ങളുടെ അവിടെയുള്ള വൈദ്യന്റെ മരുന്ന് മുട്ട പോലുള്ള സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴിയ മുട്ടയിലുള്ള ഒരു സ്പെസിഫിക് ചമ്മന്തി ആഡ് ചെയ്ത് തരും. അതിന് ഭയങ്കര വരുവാ. അത് എപ്പോഴും കഴിച്ച് ശീലം കൊണ്ടാണ് തോന്നുന്നത്. അതെ. പക്ഷെ ഇപ്പൊ എന്താ എനിക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് മോത്തെടുത്ത് കാണിക്കുന്നു. ഒരു വികാര മാറ്റം ഉണ്ടോ നോക്കാം. ഒരു കണ്ണുനീര്, ഒരു ചുമപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്ക്. അതൊക്കെ നിന്റെ തന്നെ കാണുന്നുണ്ടോ? കണ്ണുനീര് പൊടികൾ നിന്റെ ചുമന്ന് അതിനിടയ്ക്ക് ഇനി ബ്ലഷ് ഇടേണ്ട ആവശ്യമില്ല. അതെ. ഇവിടെ മത്തായാണെങ്കിൽ ഇല്ലാണ്ടായി പോയിന്നുണ്ട് പാവം. അതെ. ഓക്കെ സൂപ്പർ. ഇത്ര വയ്യാണ്ടായിട്ട് സൂപ്പർ എന്ന് പറയാൻ കാണിക്കാൻ മനസ്സ്. നീയാണ് റിയൽ സൂപ്പർ. വയസ്സിൽ എന്തോ പോലെ ഭയങ്കര ഇരിക്കണൊരു ഫീൽ വന്നിട്ടുണ്ട്. അതെങ്കിലും ഉണ്ടല്ലോ ഭാഗ്യം. നിങ്ങൾ കണ്ണുവെച്ച് എന്തൊക്കെയോ വന്നിട്ട് പറ്റില്ല. അവ മാത്രം ഒന്നും കരയാണ്ടില്ല. ഞങ്ങളെല്ലാം കരഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതിന്റെ സ്മെല്ലടിച്ചപ്പോഴും ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ബീൻ സോസ് കൊറിയൻ ഫുഡ് ഇല്ല, അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ പോലെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതൊന്നും അല്ല എന്ന് സംഭവിച്ചു. പിന്നെ ഇതെല്ലാം ഓക്കെ. ഇത്രയും ഷേക്ക് കുടിച്ചോണ്ടാന്ന് തോന്നുന്നു. നമ്മൾ 2 മൊഹിറ്റോ, അതെ, ഒരു ബിയർ, നോൺ ആൽക്കോളിക് ബിയർ ആണ്. യെസ്. അങ്ങനെ ഞങ്ങളൊരു 8 സാധനം കുടിച്ചിട്ടാണ് ഈ ഇരിക്കാൻ പറ്റുന്നത്. അതെ. ഇനിയും പറഞ്ഞിട്ടുണ്ട് സാധനം. കൊള്ളാം ഗൈസ്, കുഡോസ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല നിങ്ങൾ ഇത്രയും കഴിക്കുന്നു. എന്തായാലും കൊള്ളാം. ഈ വ്ളോഗിന് 1 മില്യൺ വ്യൂ. ഏജന്റ് കൂടി എന്ത് പാടേ ഇപ്പോഴും വരെയൊക്കെ ഉള്ളത്. നിർത്തിയങ്ങ് അവമാനിക്കുവാണ്. അപ്പൊ ഇതിന് 1 മില്യൺ അയച്ച ഏജന്റ് ഫുഡ് ഇവിടെ വന്നിട്ട് ചാലഞ്ച് ചെയ്തിട്ട് ആ ബില്ല് ബോർഡിൽ ഉറപ്പായും ഷുവർ ഷോട്ട്. ഓ മൈ ഗോഡ്. ഇത് ഒരോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. വെള്ളം വീണവിടെ അല്ലേ? തുടക്കത് ഇതുണ്ട് നമ്മളുടെ പേരിനകത്ത് ഇടാൻ പറ്റാത്തോണ്ട് സൈഡിൽ ചെയ്തിട്ടുണ്ട് പടി. ടിമോന്റെ ഒരു തന്നെ. യെസ്, ടിമോ ഉണ്ണി. ഞാൻ ഉണ്ണിയാട്ടോ. വാവേണി ചെയ്തോ. ഇത് മയക്കരുത്. ഏയോ ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യോ. ഇത് ക്രോർപതി ഒന്നും അല്ല ഇവൻ ഇത്രയും ചിന്തിക്കാൻ. 3445. ഞാൻ 2900. ഞാൻ 3350. ഞാൻ 3K.
3.5 ആക്കാം 3.5 3.6 ആ? 4K മിണ്ടായിരിക്കട്ടോ 3.5 എത്ര വലിയ എത്ര ഇനി ഇങ്ങോട്ട് വന്ന് പോടാ, നീ കണ്ട പോടാ ആ ഇത് ചെയ്തേ ഉഡായിപ്പ് നമ്പർ 1. എന്നിട്ട് അഭിനയ സിംഹം എന്നെ കറക്റ്റ് ഗസ് ചെയ്തോണ്ട് മത്തായി കൊടുക്ക. It was at this moment that he knew. ഇറങ്ങാൻ നേരത്ത് പറഞ്ഞത് ബഡി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അല്ലേ? ഇന്നലെ വരും ഇതൊരു കണ്ടോ എല്ലാ കാഴ്ച കൊടുത്തോ സെറ്റ് ഓക്കെ താങ്ക് യു ബൈ. അപ്പൊ വിങ് കൾച്ചർ ലൊക്കേഷൻ വരുന്നത് കലൂർ കടവന്തർ റോഡിലാണ്. CJ ടവേഴ്സ് വട്ടക്കാട്ട് ജംഗ്ഷൻ. സന്തോഷം മനസ്സിന് സൂപ്പർ ട്രൈ ചെയ്യണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു try ചെയ്യണം. ലിവിയുടെ ഫോട്ടോ ഇടുന്നില്ല, ആള് നേരിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മന്തി വ്ളോഗിൽ നമ്മള് മന്തി സ്പോട്ട് റെക്കമെൻഡ് ചെയ്തതാണ് ഈടാവ്. ഓക്കെ അത് ഞാൻ തന്നെ അന്ന സംഭവം ഞാൻ തന്നെ. അടുത്ത ഒരു കിഡിലൻ ചലഞ്ച് ആയിട്ട് കാണാം. Next time നമ്മൾ കുറച്ചുകൂടി കമ്മിറ്റ് ചെയ്ത് അത് ഫുൾ നമ്മൾ തന്നെ ചെയ്തില്ല. ഫുൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ ഇടയ്ക്ക് വെച്ച് ഓടി പോകത്തില്ല. സിമ്പിൾ ആയി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഏജന്റ് ഫ്രീ സൈങ് ബൈ.